തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരു അഭിസംബോധനയോടുകൂടിയാണ് വിളിച്ചത്, ടീച്ചർ എന്നുള്ളത്. ശിശിര ടീച്ചർ, ഐശ്വര്യ ടീച്ചർ എന്നൊക്കെയാണ് വിളിച്ചത്. സത്യത്തിൽ ആ ഒരു അഭിസംബോധനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് അക്കാദമിയിലേക്ക് എത്തിപ്പെടുന്നത്. തികച്ചും യാദൃശികമായി എത്തി. ഞങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ള സൗഹൃദമാണ്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കൊറോണ കാലത്ത് ടീച്ചേഴ്സ് അക്കാദമിയിൽ എത്തിപ്പെട്ടതാണ്. പക്ഷെ ഒരിക്കലും അതൊരു മോശം സമയമായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ടീച്ചേഴ്സ് അക്കാദമിയിൽ നിന്നായിരുന്നു. കാരണം അതിനു മുമ്പ് പഠിച്ച സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ വലിയ പ്ലേസിലായിരുന്നു. അപ്പോൾ നമ്മളതിൽ ചെറിയൊരാൾ, ഇപ്പോൾ നമുക്കതിൽ കൂടുതലൊന്നും ചെയ്യാനോ പഠിച്ചിറങ്ങി ഇങ്ങ് പോരാന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടീച്ചേഴ്സ് അക്കാദമിയിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഒരു എണ്ണം പറഞ്ഞ കുറച്ച് ആൾക്കാർ, പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലേ, അങ്ങനെയായിരുന്നു ഞങ്ങളെ കോൺഫിഡൻസ്. എനിക്ക് ഏറ്റവും ടീച്ചേഴ്സ് അക്കാദമിയോട് താങ്ക്സ് പറയാനുള്ളത്, ഇപ്പോൾ ഇതുപോലെ ഒരു വേദിയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് അക്കാദമിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾക്ക് അധ്യയന വർഷം ഐശ്വര്യക്ക് ഫസ്റ്റ് റാങ്കും എനിക്ക് സെക്കൻഡ് റാങ്കും ഒക്കെ കിട്ടിയിരുന്നു. ശരിക്കും ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ എന്ത് മോട്ടിവേഷൻ്റെ പുറത്താണ് അന്ന് അങ്ങനെയൊക്കെ പഠിച്ചത് എന്നുള്ളത്. കാരണം എൻ്റെ അടുത്തൊരു ചെറിയ മോനുണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഓരോരു ഞങ്ങൾക്ക് പേഴ്സണലി കുറേ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ പഠിച്ച് നേടിയത് എന്ത് മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും നല്ലൊരു വണ്ടർഫുൾ പീരീഡായിരുന്നു. പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഓരോരോ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഭാഗ്യവശാൽ ഐശ്വര്യ ഒരു അംഗൻവാടിയിൽ സ്ഥിര നിയമനത്തിലും ഞാനൊരു താൽക്കാലിക നിയമനത്തിലാണുള്ളത്. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗവൺമെൻറ് സ്കൂളിൽ 1.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ജോലിയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് നിങ്ങൾക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത് മനസ്സിലാവും. നമ്മൾ ഇവിടെ പഠിച്ചത് കൊണ്ടും പഠിച്ചിറങ്ങിയത് കൊണ്ടും മാത്രം നമുക്ക് കിട്ടില്ല, നമ്മളും കൂടെ കുറച്ച് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴേ അത് തുടങ്ങാം അല്ലേ. ഞങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ കൊടുത്തിടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ശരിക്കുന്നു, അന്നും ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ വന്നത്. മനസ്സിലറിയാൻ ആവില്ല, നമ്മൾ ഒരുമിച്ച് വരുന്ന പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നല്ല സംശയമായിരുന്നു. പക്ഷേ തികച്ചും നമുക്ക് ജോലി കിട്ടുന്ന ടീച്ചേഴ്സ് പറഞ്ഞെങ്കിലും നമുക്ക് അതിനേക്കാൾ കൂടുതൽ വേണ്ടത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടില്ല, നമ്മൾ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പഠിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. പിന്നെ നിങ്ങൾ വരുന്ന സാഹചര്യം നിങ്ങൾക്കും ഞങ്ങൾ വരുന്ന സാഹചര്യം ഞങ്ങൾക്കും അറിയാം. അപ്പോൾ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാൽ ഇത് എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അതിന് നല്ല ഉദാഹരണം ഞങ്ങൾ തന്നെയാണ്. അന്നും ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നത് ടീച്ചേഴ്സ് അക്കാദമി പഠിക്കുന്ന സമയത്താണ്. ഇന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു വേദി കിട്ടുന്നതും അതേ ടീച്ചേഴ്സ് അക്കാദമി വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ കുറേ നേരം ഇവിടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുമ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു, മോശമാണോ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ രണ്ടാളും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മോശമല്ലേ. ഇത് ഞങ്ങൾ തന്നെ ആശ്വസിപ്പിക്കും, അല്ല മോശമൊന്നുമല്ല, കുറേ കാലമായില്ല നമ്മൾ കണ്ടിട്ട്, അപ്പോൾ ഇതും ആസ്വദിക്കേണ്ടേ. നല്ലൊരു അവസരമായിരുന്നു നമുക്കിവിടെ വേദി കൈകാര്യം ചെയ്യാൻ. ഏറ്റവും കൂടുതൽ അവസരം തന്നത് നമുക്ക് ടീച്ചേഴ്സ് അക്കാദമി തന്നെയാണ്. ഞങ്ങൾക്ക് നല്ല പെർഫെക്ഷനോട് കൂടി സംസാരിക്കാം. വേറൊരു സ്കൂളിൽ പോയാലും ആരെക്കൊണ്ടും മോശം രീതിയിൽ പറയിപ്പിക്കാതെ നമുക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു ടീച്ചേഴ്സിന് കിട്ടുന്ന ഏറ്റവും നല്ല കഴിവാണ്. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് ഉപരി നമ്മൾ പഠിച്ചെടുക്കുന്നതായ കുറേ കാര്യങ്ങളുണ്ട്. അതും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം കൂടിയായിരുന്നു ടീച്ചേഴ്സ് അക്കാദമി. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അവസരം, ഇതേപോലെ ഒരുമിച്ച് നിൽക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ഒരുക്കി തന്നൊരു ടീച്ചേഴ്സ് അക്കാദമിയാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ പറയണ്ട, ഒന്നുമില്ല, അവസരങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു.